Good afternoon, students. We will discuss the balance portion. The effective length of column is a topic. We will discuss this. This major problem is a question. This portion is the problems we discuss. Okay. We will discuss slenderness ratio. Slenderness ratio is unsupported length divided by least radius of gyration. The least radius of gyration the value k minimum will be equal to root of I by a. നമുക്കറിയാം moment of inertia I will be equal to a k square. So k will be root of I by a. The least radius of gyration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് അല്ലാത്ത ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്കറിയാം moment of inertia പഠിച്ചിട്ടുണ്ട് I equal to b dq by 12 for rectangular section അത് circular section ആണെങ്കിൽ pi by 64 d raised to 4 എന്നുള്ള equations എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് സിമെട്രിക് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെങ്കിൽ രണ്ട് ആക്സിസിനും എന്താണ് സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവുക. എന്നാൽ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അത് രണ്ട് ആക്സിസിലും ഡിഫറന്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ബി ഡി ക്യൂബ് അല്ലെ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ക്യൂബ് എടുക്കുന്നത്. അപ്പോൾ അത് ലെങ്ത്തും വിഡ്ത്തും വ്യത്യാസം വരുമ്പോൾ രണ്ട് ആക്സിസിലും രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഏതാണോ ലീസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അതാണ് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ് ഫിക്സഡ്, വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് ഫിക്സഡ്, വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇങ്ങനെ 4 കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം. എന്താണ് ഒരു കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിന്റെ ബക്കിളിങ്ങിൽ പങ്കെടുക്കുന്ന ലെങ്ത് അല്ലേ. അപ്പൊ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം, ഒരു കോളം രണ്ട് കോളം എടുക്കുക. എഫക്റ്റീവ് ലെങ്ത് എന്ന് ഉദ്ദേശിച്ച് രണ്ട് കോളം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കോളത്തിന് ഏതോ ഒരു എൻ കണ്ടീഷൻ ആണ്, നമുക്ക് ഒരു എൻ കണ്ടീഷൻസ്, അതിന് ഒരു പർട്ടിക്കുലർ എൻ കണ്ടീഷൻ ആണ്. അതിന്റെ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷന് വരുന്ന അതിന്റെ ബക്കിളിംഗ് ലോഡ്, അത് ബക്കിൾ ചെയ്യാൻ തുടങ്ങണ ലോഡ് അല്ലെ, അത് എന്ന് പറയുന്നത് സെയിം ബക്കിളിംഗ് ലോഡ് കിട്ടുന്ന വേറൊരു കോളം, അതിന്റെ ക്രോസ് സെക്ഷനും സെയിം, പക്ഷെ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ, രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ സെയിം ബക്കിളിംഗ് ലോഡ് കിട്ടാൻ അതിന് എത്ര ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം, അതാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ഇക്വലന്റ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം it's a of a given length, given section and given end condition is defined as the length of column of the same material, same cross section and having the same buckling load but having both of it ends hinged അല്ലെ. രണ്ട് കോളംസ് കമ്പയർ ചെയ്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എൻ കണ്ടീഷൻ മേ ബി രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കാം. ആ കോളത്തിൽ വരുന്ന ഒരു ബക്ലിംഗ് ലോഡ്, അതിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം വേറൊരു കോളം, സെയിം ക്രോസ് സെക്ഷൻ ഉള്ള സെയിം ബക്ലിംഗ് ലോഡ് ഉള്ള ഒരു കോളത്തിൽ സെയിം എന്ത് കിട്ടണം, സെയിം ബക്ലിംഗ് ലോഡ് കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അതിന്റെ ലെങ്ത് അല്ലെ, അതാണ് അത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ. രണ്ടാമത്തെ കോളം എന്താണ്, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണ്. അങ്ങനെ ഉണ്ടാവുന്ന ആ ലെങ്ത് ആണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത്, ഇപ്പൊ ഉദാഹരണത്തിന് ബോത്ത് എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോളം, അതിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കോളം, ക്രോസ് സെക്ഷൻ സെയിം, അതേ ബക്ലിംഗ് ലോഡ് കിട്ടണം, പക്ഷെ എന്താണ്, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയി പോയി, എൻഡ് കണ്ടീഷൻസ് മാറി എങ്കിൽ അതിന് എത്ര ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് എഫക്റ്റീവ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട്. അൺസപ്പോർട്ടഡ് ലെങ്ത്, യൂളേഴ്സ് ബക്ലിംഗ് ലെങ്ത്, ക്രിപ്ലിംഗ് ലെങ്ത്, ഇക്വലന്റ് ലെങ്ത്, ലിമിറ്റിംഗ് ലെങ്ത്, ഇതെല്ലാം എഫക്റ്റീവ് ലെങ്ത്തിന് പറയുന്ന പേരാണ്. അത് നോർമലി നമ്മൾ അറിയപ്പെടുന്ന അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വലന്റ് ലെങ്ത്, ഈ 3 ടേംസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് അൺസപ്പോർട്ടഡ് ലെങ്ത്, എഫക്റ്റീവ് ലെങ്ത്, ഇക്വലന്റ് ലെങ്ത്. ഓക്കെ, ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? അൺസപ്പോർട്ടഡ് ലെങ്ത്, യൂളേഴ്സ് ബക്ലിംഗ് ലെങ്ത്, ക്രിപ്ലിംഗ് ലെങ്ത്, ഇക്വലന്റ് ലെങ്ത്, ലിമിറ്റിംഗ് ലെങ്ത്. ഓക്കെ, ഇനി എന്താണ് ആക്ച്വൽ ലെങ്ത്? ഇത് എഫക്റ്റീവ് ലെങ്ത് ആണ്. ആക്ച്വൽ ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം. ലെങ്ത് ഓഫ് കോളം മെഷേർഡ് ബിറ്റ്വീൻ സെന്റർ ടു സെന്റർ ഓഫ് ലാറ്ററൽ റീസ്ട്രെയിൻസ്, അതായത് സപ്പോർട്ടിൽ നമ്മളുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതാണ് ഒരു ആക്ച്വൽ ലെങ്ത് ഓഫ് കോളം. രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ലാറ്ററൽ റീസ്ട്രെയിൻസ് ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ,
അതാണ് എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വലന്റ് ലെങ്ത് ഓഫ് കോളംസ് എന്ന് പറയപ്പെടുന്നത്. ഇനി ഓരോ n കണ്ടീഷൻസ് വരുമ്പോൾ അതിന്റെ ഇക്വലന്റ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്കറിയാം ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് അല്ലെ. ഇക്വലന്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ഈ ഒരു കോളത്തിന്റെ സെയിം ലോഡ് കിട്ടണം എപ്പോ? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആവുമ്പോൾ. ഇപ്പോൾ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കേസിന് സെയിം ലെങ്ത് തന്നെയല്ലേ വരിക. അപ്പൊ L effective will be L. ഓക്കെ, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കേസിൽ L effective will be L. ഇനി വൺ എൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി അതർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ L effective will be L by root 2. L effective will be L by root 2. രണ്ടാമത്തെ കേസ് വൺ എൻഡ് ഒരു എൻഡ് ഹിഞ്ച്ഡും വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് ഫിക്സ്ഡ് അല്ലെ, അല്ലെങ്കിൽ വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ഇങ്ങനെയും പറയാം. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ L effective will be L by root 2 അല്ലെങ്കിൽ 0.7 L. 1 by root 2 എന്ന് പറയുന്നത് 0.7 ആണ്. ഓക്കെ, 0.7 L എന്നും പറയാം. L effective will be L by root 2. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ L effective will be L by 2. L by 2. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്, L effective is L by 2. ഇനി വൺ എൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ L effective is 2L. 2L ആണ് L effective എന്ന് പറയുന്നത്. 2L ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത്. ഈ L എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ആണ്. effective length will be equal to actual length. ഇനി one end hinged ഉം other end fixed ആണെങ്കിൽ L effective is L by root 2. ഇനി രണ്ട് end fixed ആണെങ്കിൽ L effective will be actual length divided by 2, L by 2. ഒരു end fixed ഉം other end free ആണെങ്കിൽ L effective is 2L. 2L. Okay. Actual length ന്റെ ഡബിൾ ആണ് effective length ആയിട്ട് വരിക. ഇതാണ് effective length ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ effective length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ലിംഗിൽ ടെക്സ് പാർട്ട് ലെങ്ത് അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോളം അതിനൊരു ക്രോസ് സെക്ഷൻ ഉണ്ട്, അതിനൊരു ബക്ലിംഗ് ലോഡ് ഉണ്ട്. സെയിം ബക്ലിംഗ് ലോഡും സെയിം ക്രോസ് സെക്ഷനും കിട്ടാൻ വേറൊരു ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കോളത്തിന് കൊടുക്കേണ്ട ലെങ്ത്, അതാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സിലബസിൽ വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ലോങ് കോളത്തിനായിട്ട് ബന്ധപ്പെട്ട ബക്ലിംഗ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ് അടുത്തതിലോട്ട് കിടക്കുന്നത്. അപ്പോ നമുക്ക് ആ തിയറിയിലോട്ട് കിടക്കാം. യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ്. യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ്. ഓക്കെ, ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. യൂളേഴ്സ് തിയറി എന്ന് പറയുന്നത് ലോങ് കോളത്തിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ലോങ് കോളത്തിന്റെ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് ഏത് ലോഡിലാണോ, ഏത് മിനിമം ലോഡിലാണോ അത് ബക്കിൾ ചെയ്യാൻ തുടങ്ങുന്നത്, ആ ലോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്ന തിയറിയാണ് യൂളേഴ്സ് തിയറി. ഇനി നമുക്ക് റാങ്കിൻസ് തിയറി കൂടി വരുന്നുണ്ട് അടുത്ത പോർഷൻ ആയിട്ട്. അത് രണ്ട് കോളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തിയറിയാണ്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് യൂളേഴ്സ് തിയറിയാണ്. ഇതിന്റെ ഇക്വേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. ലോങ് കോളത്തിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളം. എന്തിനാണ്? ഒരു കോളത്തിന്റെ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് യൂളർ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് യൂളേഴ്സ് തിയറി. അപ്പൊ അതിന്റെ അസംഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതാണ്, എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, അസംഷൻസ്. ഫസ്റ്റ്, കോളംസ് ആർ ഇനീഷ്യലി സ്ട്രൈറ്റ്. കോളംസ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അസംഷൻ. ഫസ്റ്റ്, മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ സെയിം ആണ്. ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലുള്ള എല്ലാ ഡയറക്ഷനിലുള്ള പ്രോപ്പർട്ടി സെയിം ആണ്. പ്രോപ്പർട്ടി ഉദ്ദേശിച്ച് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ഐസോട്രോപിക് കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ കോളം ഈസ് ആക്സിയലി ലോഡഡ്. നമ്മൾ പറഞ്ഞു ആക്സിയൽ ലോഡിംഗ് മാത്രമേ ഉള്ളൂ, ട്രാൻസ്വേഴ്സ് ആയിട്ടോ ലാറ്ററൽ ആയിട്ടോ ലോഡ് ചെയ്തിട്ടില്ല. അതാണ് കോളം ഈസ് ആക്സിയലി ലോഡഡ്. ക്രോസ് സെക്ഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ക്രോസ് സെക്ഷൻ സെയിം ആയിട്ടാണ് പോകുന്നത്, ടേപ്പറിംഗ് ആയിട്ടോ ഇങ്ങനെയൊന്നും പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ, ക്രോസ് സെക്ഷൻ ത്രൂ ഔട്ട് ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ. ലെങ്ത് ഓഫ് കോളം ഈസ് ലാർജ് വെൻ കമ്പയർഡ് ടു ലാറ്ററൽ ഡയമെൻഷൻസ്. അതായത് കോളം ലോങ് ആണെന്ന് അർത്ഥം അല്ലെ. കോളത്തിന്റെ ലെങ്ത് ലാറ്ററൽ ഡയമെൻഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ലോങ് കോളത്തിനെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, യൂളേഴ്സ് തിയറി കൺസിഡർ ചെയ്തിട്ടുള്ളൂ.
then self weight of the column is negligible. Self weight is negligible. Column fails only in buckling. Column fails only in buckling. നമുക്കറിയാം ഒരു ലോങ് കോളത്തിലെ ഫെയിലിയർ എന്ന് പറയുന്നത് പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഫെയിലിയർ എന്ന് പറയുന്നത് ബക്ലിംഗ് ആണ്. എന്നാൽ ചെറിയ രീതിയിൽ ക്രഷിങ്ങും അവിടെ സംഭവിക്കാം. പക്ഷേ യൂളേഴ്സ് തിയറി ബക്ലിംഗ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. കോളം ഷുഡ് ബി ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിലാണ് ലോഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് yield പോയിന്റിന് അപ്പുറത്തേക്ക് പ്ലാസ്റ്റിക് ബിഹേവിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി യൂളേഴ്സ് ഫോർമുല നമുക്ക് പരിചയപ്പെടാം. എന്താണ് യൂളേഴ്സ് ഫോർമുല ഫോർ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ്? ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. യൂളേഴ്സ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. യൂളേഴ്സ് ലോഡ് P equal to pi square EI by L effective square. Pi square EI by L effective square. ഇവിടെ ശ്രദ്ധിക്കുക, P എന്നുള്ളത് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് ആണ്. ചില പുസ്തകങ്ങളിൽ PCR എന്നും കാണപ്പെടാറുണ്ട്. ക്രിപ്ലിംഗ് ലോഡ് എന്നുള്ളതിന്റെ ഷോർട്ട്. ഓക്കെ. പൈ സ്ക്വയർ EI by L effective square. ഓരോ ടേമും പരിചയപ്പെടാം. E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ്, ഇപ്പോൾ കോൺക്രീറ്റ് കോളം ആണെങ്കിൽ കോൺക്രീറ്റിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്റ്റീൽ കോളം ആണെങ്കിൽ സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത്രേ ഉള്ളൂ. ഓക്കെ. I എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്ഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ VD അല്ലെ, നമുക്ക് ഈ ഒരു ആക്സിസിനെ കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? BD ക്യൂബ് ബൈ 12 അല്ലെ, BD ക്യൂബ് ബൈ 12 ക്യാപിറ്റൽ D. ഓക്കെ. ഈ ഒരു വാല്യൂ ഉണ്ട്. ഈ ഒരു ആക്സിസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? DB ക്യൂബ് ബൈ 12, DB ക്യൂബ് ബൈ 12. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു DB ക്യൂബ് ബൈ 12. ഓക്കെ. ഇതിൽ ഏതാണോ മിനിമം അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്ഷൻ. ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ ഇക്വേഷൻസ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്യാം. അടുത്ത സ്ലൈഡുകളിൽ നമുക്കത് നോക്കാം. ഇനി എഫക്റ്റീവ് ലെങ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം. അപ്പോൾ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവുക. നമുക്കത് ഒരു എൻഡ് ഹിഞ്ചറും അതർ എൻഡ് ഫിക്സറും ആണെങ്കിൽ എന്ത് കൊടുക്കണം? L/√2 അല്ലെ. L എഫക്റ്റീവിന് പകരം L/√2 എന്ന് കൊടുക്കണം. അപ്പോ L/2, L²/2 വരും അല്ലെ. L/√2 the whole square, that is L²/2 വരും. ഇനി അത് ഒരു എൻഡ് രണ്ട് എൻഡും ഫിക്സഡ് ആണെങ്കിലോ L/2 വരും അല്ലെ. L effective will be L/2, so L²/4 വരും. ഓക്കെ. അപ്പോൾ L effective കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ സപ്പോർട്ട് കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂളേഴ്സ് തിയറി, അതിന്റെ ഇക്വേഷൻ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പൈ സ്ക്വയർ EI by L effective square. ഇനി നമുക്ക് കുറച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ ജനറലി കാണപ്പെടുന്ന സെക്ഷന്റെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ I equal to BD cube by 12 അല്ലെ. I equal to BD cube by 12. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് BD cube by 12 എന്ന് പറയുന്നത്. കാരണം ഇതാണ് പെർപെൻഡിക്കുലർ അല്ലെ. D എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ളതാണ് ക്യൂബ് വരിക. ഓക്കെ, ഇതാണ് BD cube by 12 ആണ്. അത് ഹോളോ സെക്ഷൻ ആവുമ്പോൾ വലിയതിൽ നിന്ന് ചെറുത് കുറക്കും. I equal to BD cube 12 by 12 minus small b into D whole cube by 12. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് വലിയൊരു റെക്ടാങ്കിൾ ഉണ്ട് B into D ഡയമെൻഷൻ. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെക്ടാങ്കിൾ പീസ് പോയി ഹോളോ സെക്ഷൻ ആണ് അല്ലെ. ഇത്രയും പോർഷനേ ഉള്ളൂ ഇതിന്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറക്കാം. ഓക്കെ. ദെൻ സർക്കുലർ സെക്ഷൻ, ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. π/64 d raised to 4, π/64 d raised to 4. സർക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയതുകൊണ്ട് ഏത് ആക്സിസിൽ എടുത്തു കഴിഞ്ഞാലും ഒരേ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ. ഇനി അതിൽ ഹോളോ വന്നു കഴിഞ്ഞാൽ സെയിം തന്നെ എഫക്ട്, π/64 d raised to 4. ഇപ്പോൾ വലിയൊരു ഡയമീറ്റർ D ഉള്ള ഒരു സെക്ഷന് സ്മോൾ D ഉള്ള സെക്ഷൻ പോയതാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ മൈനസ് ചെയ്യും. ഇത്രയാണ് ജനറൽ ആയിട്ട് വരുന്നത്. സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ സെക്ഷൻസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, അല്ലെങ്കിൽ അത്തരം കോളംസ് ആണ് വരിക. നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ താങ്ക് യു.